إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നൂർ 47-ാമത്തെ വചനം നോക്കൂ. നിങ്ങൾ മുൻ ആയത്തുകളിൽ വിശ്വാസികളെ കുറിച്ചും അവിശ്വാസികളെ കുറിച്ചും പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുകയുണ്ടായി. ശേഷം നോക്കൂ, നിങ്ങൾ കപടവിശ്വാസികളെ കുറിച്ചാണ്, ദ്വിമുഖമുള്ള ആ കപടവിശ്വാസികളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി വിശദീകരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വയഖൂലൂന, അവർ പറയും, ആമന്നാ ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയും, വബിർ റസൂലി, റസൂലിനെ കൊണ്ടും വിശ്വസിച്ചു എന്നവർ പറയും, വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചു എന്നും അവർ പറയും. അങ്ങനെയുള്ള ഒരു കൂട്ടരാണവർ. അതാണ്. അതേസമയം നോക്കൂ നിങ്ങൾ, തുമ്മ പിന്നെ യതവല്ല ഫരീഖും മിൻഹും, യതവല്ല പിന്തിരിയുകയാണ്, ഫരീഖും മിൻഹും അതിൽ നിന്നും ഒരു വിഭാഗം, മിൻ ബഅദി ദാലിക, അതിനുശേഷം നോക്കൂ, അവർ സത്യവിശ്വാസം രേഖപ്പെടുത്തിയതിനു ശേഷം അല്ലാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുപോലെ അനുസരിക്കുന്നു എന്നുള്ള കൃത്യമായ ആ അനുസരണം രേഖപ്പെടുത്തിയതിനു ശേഷം അവർ പിന്തിരിഞ്ഞു പോകുകയാണ്. സത്യമാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നതായിട്ട് കാണാവുന്നതാണ്. അവിടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചാൽ അത് കൃത്യമായി ബോധ്യപ്പെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അവർ മുനാഫിക്കുകളാകുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടി പഠിപ്പിക്കുന്നത്. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അക്കൂട്ടർ സത്യവിശ്വാസികളെ അല്ല തന്നെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് പറയുകയാണ്. നോക്കൂ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു, റസൂലിനെ കൊണ്ട് സത്യപ്പെടുത്തി എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ അനുസരണശീലമുള്ളവരാണെന്ന് പറയുകയാണ്. അതേസമയം നോക്കൂ നിങ്ങൾ, അവർ രഹസ്യമായി അവിശ്വാസികളുമായി രഹസ്യബാന്ധവങ്ങൾ ഉണ്ടാക്കുകയാണ്. നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് പറയുന്നു, മുസ്ലിമീങ്ങളുടെ കൂടെയല്ല എന്നും അവർ പ്രഖ്യാപിക്കും രഹസ്യമായി. അത് മാത്രമല്ല, എന്നിട്ട് അവർ പറയും, ഞങ്ങൾ മുസ്ലിമീങ്ങളെ പരിഹസിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളെ അല്ല എന്ന് രഹസ്യമായി അവിശ്വാസികളോട് പല സംസാരങ്ങളും ദുഷ്ടഭാഷണങ്ങളും നടത്തുന്നവരാണെന്ന് പല ആയത്തിൽ കൂടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത്തരം മുനാഫിക്കുകളെ കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നത്. അത്തരം നിഫാഖുകളെ സൂക്ഷിക്കണമെന്നുള്ള കൃത്യമായ ഒരു താക്കീതുണ്ട്. അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.